തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം. 1 തിമോത്തിയോസ് അധ്യായം 1. നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെയും പ്രത്യാശയായ ക്രിസ്തു യേശുവിന്റെയും ആജ്ഞപ്രകാരം ക്രിസ്തു യേശുവിന്റെ അപ്പൊസ്തലനായ പൗലോസ്, വിശ്വാസത്തിൽ എനിക്ക് യഥാർത്ഥ പുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും കൃപയും കരുണയും സമാധാനവും ഉണ്ടാകട്ടെ. നീ എഫെസോസിൽ താമസിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. മക്കെദോന്യയിലേക്ക് പോയപ്പോഴും ഞാൻ ഇത് പറഞ്ഞിരുന്നു. എഫെസോസിലുള്ള ചിലർ സത്യവിരുദ്ധമായ ഉപദേശം പഠിപ്പിക്കുന്നു. അസത്യമായ ഉപദേശം പഠിപ്പിക്കുന്നവരെ അതിൽ നിന്നും തടസ്സപ്പെടുത്താനായി നീ അവിടെ നിൽക്കുക. തെറ്റായ കഥകളിലും വ്യർത്ഥമായ കുടുംബ ചരിത്രങ്ങളിലും മുഴുകി തങ്ങളുടെ സമയം പാഴാക്കരുതെന്ന് അവരോട് പറയുക. അവയൊക്കെയും തർക്കങ്ങൾക്ക് ഇടയാക്കുകയേ ഉള്ളൂ. അതൊന്നും ദൈവത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ സഹായിക്കയില്ല. ദൈവപ്രവൃത്തി വിശ്വാസം കൊണ്ടാണ് ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് സ്നേഹമുണ്ടാക്കുക എന്നതാണ് ഈ ആജ്ഞയുടെ ലക്ഷ്യം. ഉത്തമ വിശ്വാസവും ശരിയെന്നറിയാവുന്നത് ചെയ്യാനുള്ള ഒരുക്കവും ശുദ്ധഹൃദയവും ഈ സ്നേഹം ലഭിക്കുന്നതിന് ആവശ്യമാണ്. ചിലർ ഇതൊന്നും ചെയ്തിട്ടില്ല. ഫലശൂന്യമായ കാര്യങ്ങൾ പറഞ്ഞ് അവർ ദൂരെ അലഞ്ഞു തിരിയുന്നു. അവർക്ക് ശാസ്ത്രിമാരാകണം, എന്നാൽ അവർക്കവർ പറയുന്നതിനെ കുറിച്ച് പോലും അറിയുകയില്ല. അവർക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും അവർക്ക് മനസ്സിലാകുന്നില്ല. ഒരുവൻ ന്യായപ്രമാണം ശരിയാവണ്ണം ഉപയോഗിക്കുമ്പോൾ ന്യായപ്രമാണം നന്നെന്ന് നമുക്കറിയാം. നല്ല ആൾക്കാർക്ക് വേണ്ടിയല്ല ന്യായപ്രമാണം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. ന്യായപ്രമാണത്തെ എതിർക്കുന്നവർക്കും ന്യായപ്രമാണം പിന്തുടരാൻ വിസമ്മതിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ് ന്യായപ്രമാണം. ദൈവത്തോട് ബഹുമാനക്കുറവുള്ളവർക്കും പാപികൾക്കും അശുദ്ധർക്കും മതനിഷേധികൾക്കും മാതൃപിതൃഹന്താക്കൾക്കും കൊലയാളികൾക്കും ലൈംഗിക പാപങ്ങൾ ചെയ്യുന്നവർക്കും സ്വവർഗ ഭോഗികൾക്കും അടിമകളെ വിൽക്കുന്നവർക്കും നുണ പറയുന്നവർക്കും അസത്യമായ ഉപദേശങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നവർക്കും വേണ്ടിയുള്ളതാണ് ന്യായപ്രമാണം. പഠിപ്പിക്കുവാനായി ദൈവം എനിക്ക് തന്ന സുവിശേഷത്തിന്റെ ഒരു ഭാഗമാണ് ആ ഉപദേശം. മഹത്വപൂർണമായ ആ സുവിശേഷം അനുഗ്രഹീതനായ ദൈവത്തിൽ നിന്നുള്ളതാണ്. എന്നെ വിശ്വസിച്ച് അവനു വേണ്ടി സേവനം ചെയ്യേണ്ട ഈ ജോലി എന്നെ ഏൽപ്പിച്ചതിന് നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിന് ഞാൻ നന്ദി പറയുന്നു. അവൻ എനിക്ക് കരുത്ത് തന്നു. മുമ്പ് ക്രിസ്തു യേശുവിനെതിരെ സംസാരിച്ചും അവനെ പീഡിപ്പിച്ചും അവനെ മുറിപ്പെടുത്താനായി പല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ലാഞ്ഞതുകൊണ്ട് ദൈവം എന്നോട് കരുണ കാണിച്ചു. ഞാൻ അവിശ്വാസിയായിരുന്നപ്പോഴാണ് അക്കാര്യങ്ങൾ ചെയ്തത്. ആ കൃപയോടൊപ്പം വിശ്വാസവും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവും എനിക്ക് കരഗതമായി. ഞാൻ പറയുന്നത് സത്യമാണ്. നിങ്ങളത് പൂർണ്ണമായും സ്വീകരിക്കണം. പാപികളെ രക്ഷിക്കുവാൻ ക്രിസ്തുയേശു ഭൂമിയിലേക്ക് വന്നു. ആ പാപികളിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ഞാൻ. അതിരറ്റ ക്ഷമ തനിക്കുണ്ടെന്ന് കാണിക്കുവാൻ തക്കവിധം കൊടും പാപിയായ എന്നോട് ക്രിസ്തു കരുണ കാണിച്ചു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും നിത്യജീവനുള്ളവർക്കും ഞാൻ ഉദാഹരണമാകണമെന്ന് ക്രിസ്തു ആഗ്രഹിച്ചു. എന്നേക്കും ഭരിക്കുന്ന രാജാവിന് സ്തുതിയും ആദരവും ഉണ്ടായിരിക്കട്ടെ. അവനെ കാണുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. ഏക ദൈവത്തിന് എന്നേക്കും സ്തുതിയും ബഹുമാനവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എനിക്കൊരു മകന് തുല്യനായ തിമോത്തിയോസേ, ഞാൻ നിനക്കൊരു കൽപ്പന തരുന്നു. ഈ കൽപ്പന പണ്ട് നിന്നെക്കുറിച്ചുണ്ടായ പ്രവചനങ്ങളുമായി ഒത്തുപോകുന്നുണ്ട്. ആ പ്രവചനങ്ങളെയൊക്കെ പിന്തുടരാനും വിശ്വാസത്തിനായി നല്ല യുദ്ധം നടത്തുവാനും വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയുന്നത്. വിശ്വാസത്തിന്റെ മാർഗത്തിൽ തുടരുകയും ശരിയെന്ന് നീ അറിയുന്നത് ചെയ്യുകയും വേണം. ചിലർ ഇത് ചെയ്തിട്ടില്ല. അവരുടെ വിശ്വാസം നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഹുമനയോസും അലക്സണ്ടറും അതാണ് ചെയ്തത്. ദൈവത്തിനെതിരെ സംസാരിക്കരുതെന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ അവരെ സാത്താന് കൊടുത്തു. 1 തിമോത്തിയോസ് അധ്യായം 2.
എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആദ്യമായി ആവശ്യപ്പെടുന്നു. എല്ലാ മനുഷ്യർക്കും വേണ്ടി ദൈവത്തോട് സംസാരിക്കുക. ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അവനോട് ചോദിക്കുകയും നന്ദിയുള്ളവരാകുകയും ചെയ്യുക. രാജാക്കന്മാർക്കും അധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവത്തോടുള്ള നിറഞ്ഞ ആരാധനയോടും ബഹുമാനത്തോടും കൂടിയുള്ള സ്വച്ഛവും സമാധാനപൂർണവുമായ ജീവിതം നമുക്ക് ലഭിക്കാൻ ആ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് നല്ലതും നമ്മുടെ രക്ഷകനായ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതുമാകുന്നു. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ മനുഷ്യരും സത്യം അറിയണമെന്നും അവൻ ആഗ്രഹിക്കുന്നു. ഒരു ദൈവമേ ഉള്ളൂ. ദൈവത്തോട് ചേരാൻ ഒരു മാർഗമേ ഉള്ളു താനും. ആ മാർഗം മനുഷ്യനും കൂടിയായ യേശുക്രിസ്തുവിലൂടെയാണ്. എല്ലാ മനുഷ്യരുടെയും പാപപരിഹാരമായി യേശു സ്വയം സമർപ്പിച്ചു. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതിന്റെ തെളിവാണ് യേശു. അവൻ ശരിയായ സമയത്താണ് വന്നത്. അതുകൊണ്ടാണ് സുവിശേഷ പ്രസംഗത്തിനായും ഒരു അപ്പോസ്തലനായും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഞാൻ ഈ പറയുന്നത് സത്യമാണ്, കള്ളമല്ല. ജാതികൾക്കുള്ള അധ്യാപകനായാണ് എന്നെ തിരഞ്ഞെടുത്തത്. വിശ്വസിക്കുവാനും സത്യം അറിയുവാനും ഞാൻ അവരെ പഠിപ്പിക്കുന്നു. എല്ലായിടത്തുമുള്ള പുരുഷന്മാർ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുന്ന ഈ പുരുഷന്മാർ തീർച്ചയായും വിശുദ്ധരായിരിക്കണം. അവർ കോപിഷ്ഠരോ തർക്കിക്കുന്നവരോ ആകരുത്. സ്ത്രീകൾ തങ്ങൾക്ക് യോജിച്ച വസ്ത്രം ധരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അന്തസ്സിനും എളിമയ്ക്കും ചേർന്ന വസ്ത്രങ്ങളാണ് സ്ത്രീകൾ ധരിക്കേണ്ടത്. അവർ തങ്ങളെ തന്നെ സുന്ദരികളാക്കുവാൻ വേണ്ടി ആകർഷകങ്ങളായ കേശാലങ്കാരങ്ങളോ സ്വർണമോ മുത്തോ വില കൂടിയ വസ്ത്രങ്ങളോ ഉപയോഗിക്കരുത്. സൽപ്രവർത്തികളിലൂടെ അവർ സ്വയം സുന്ദരികളാകട്ടെ. ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്ന സ്ത്രീകൾ ആ നിലയിൽ സുന്ദരികളാകട്ടെ. മൗനമായി കേട്ടിരുന്ന് പൂർണ്ണമായി അനുസരിക്കാൻ തയ്യാറോടെ ഒരു സ്ത്രീ പഠിക്കട്ടെ. ഒരു പുരുഷനെ പഠിപ്പിക്കുവാൻ ഞാൻ സ്ത്രീക്ക് അനുമതി കൊടുക്കില്ല. പുരുഷനെ ഭരിക്കുവാനും സ്ത്രീക്ക് അനുവാദം നൽകില്ല. സ്ത്രീ ശാലീനിയായി തന്നെ തുടരണം. എന്തുകൊണ്ടെന്നാൽ ആദാമിനെയാണ് ആദ്യം സൃഷ്ടിച്ചത്, ഹവ്വയെ പിന്നീടാണ് ദൈവം സൃഷ്ടിച്ചത്. കൂടാതെ പിശാചിനാൽ കബളിപ്പിക്കപ്പെട്ടതും ആദാമല്ല, പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് പാപിനിയായതും സ്ത്രീയാണ്. വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ശരിയായ നിയന്ത്രണത്തിലും അവർ തുടരുകയാണെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. 1 തിമോത്തിയോസ് അധ്യായം 3. ഞാൻ പറയുന്നത് സത്യമാണ്. ഒരു മൂപ്പനാകുവാനായി ഒരുവൻ കഠിന ശ്രമം നടത്തുന്നു എങ്കിൽ അവൻ ഒരു സത്പ്രവൃത്തിയാണ് ആഗ്രഹിക്കുന്നത്. ഒരു മൂപ്പൻ മനുഷ്യർക്ക് ശരിയായും വിമർശിക്കുവാൻ പറ്റാത്ത വിധം നല്ലവനായിരിക്കണം. അവന് ഒരു ഭാര്യയെ പാടുള്ളൂ. മൂപ്പൻ ആത്മനിയന്ത്രണം ഉള്ളവനും വിവേകിയുമായിരിക്കണം. മറ്റു മനുഷ്യർക്ക് അവനോട് ബഹുമാനമുണ്ടാകണം. തന്റെ വീട്ടിലേക്ക് ആളുകളെ സ്വീകരിക്കുവാൻ സന്നദ്ധനായി അവൻ ജനങ്ങളെ സഹായിക്കണം. അവനൊരു നല്ല ഉപദേഷ്ടാവായിരിക്കണം. അവൻ മദ്യപ്രിയനായിരിക്കരുത്. അക്രമാസക്തനാകാതെ സൗമ്യനും സമാധാനപ്രിയനുമായിരിക്കണം. അവൻ ധനത്തെ സ്നേഹിക്കുന്നവൻ ആകരുത്. അവൻ സ്വകുടുംബത്തിലെ തന്നെ ഒരു നല്ല നേതാവായിരിക്കണം. അയാളുടെ മക്കൾ അയാളെ പൂർണ്ണമായ ബഹുമാനത്തോടെ അനുസരിക്കണമെന്നർത്ഥം. സ്വകുടുംബത്തിലെ നേതാവാകാൻ കഴിയാത്തവൻ ദൈവത്തിന്റെ സഭയെ എങ്ങനെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുവാൻ കഴിയും? എന്നാൽ ഒരു പുതുവിശ്വാസി മൂപ്പനാകരുത്. അതവനെ വളരെ അഹങ്കാരിയാക്കിയേക്കാം. അപ്പോൾ അവനും പിശാച് വിധിക്കപ്പെട്ടതുപോലെ തന്റെ അഹങ്കാരത്തിന്റെ പേരിൽ വിധിക്കപ്പെടും. ഒരു മൂപ്പൻ സഭയ്ക്ക് പുറത്തുള്ളവരോടും ബഹുമാനമുള്ളവനാകണം. അപ്പോൾ അവൻ അന്യരാൽ വിമർശിക്കപ്പെടാതെയും പിശാചിന്റെ കെണിയിൽ അകപ്പെടാതെയും ഇരിക്കും. ഇതേപോലെ മനുഷ്യരാൽ ബഹുമാനിക്കപ്പെടുന്ന ആളുകളായിരിക്കണം ശുശ്രൂഷകന്മാർ. ഇവർ യഥാർത്ഥമായുള്ളത് മാത്രം സംസാരിക്കുന്നവരും മദ്യപാനത്തിനായി തങ്ങളുടെ സമയത്തെ ഉപയോഗിക്കാത്തവരുമാകണം. അന്യരെ കബളിപ്പിച്ച് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുമാകരുത്. അവർ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന സത്യത്തെ കർശനമായി പിന്തുടരുന്നവരും
ശരിയെന്നറിയാവുന്നത് ചെയ്യുന്നവരുമായിരിക്കണം. ആ മനുഷ്യരെ നിങ്ങൾ ആദ്യം പരീക്ഷിക്കണം. അവരിൽ തെറ്റൊന്നുമില്ലെങ്കിൽ അവർക്ക് ഡീക്കന്മാരായി സേവനം ചെയ്യാം. ഇതേപോലെ സ്ത്രീകളും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നവരായിരിക്കണം. അന്യരെക്കുറിച്ച് ദുഷ്ടത പറയുന്ന സ്ത്രീകളാകരുത്. അവർ ആത്മനിയന്ത്രണമുള്ളവരും എല്ലാ കാര്യങ്ങളിലും വിശ്വാസയോഗ്യരുമായിരിക്കണം. ഡീക്കന്മാർക്കും ഒരു ഭാര്യയെ പാടുള്ളൂ. അവർ അവരുടെ മക്കൾക്കും കുടുംബത്തിനു തന്നെയും നല്ല നേതാക്കളായിരിക്കണം. നന്നായി സേവനം ചെയ്യുന്നവർ സ്വയം ആദരണീയ സ്ഥാനങ്ങൾ നേടുന്നു. ക്രിസ്തു യേശുവിലുള്ള അവരുടെ വിശ്വാസം അവർക്ക് മഹത്തായ ഉറപ്പായി വർത്തിക്കും. നിങ്ങളുടെ അടുക്കൽ വേഗം വന്നെത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ എഴുതുകയാണ്. എനിക്ക് ഇപ്പോൾ വരുവാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടി ദൈവത്തിന്റെ ഭവനത്തിൽ മനുഷ്യർ തീർച്ചയായും ചെയ്യേണ്ടതെന്തെന്ന് നിങ്ങൾ അറിയും. ആ ഭവനം ജീവിക്കുന്ന ദൈവത്തിന്റെ സഭയാണ്. ദൈവത്തിന്റെ സഭ സത്യത്തിന്റെ താങ്ങും അടിത്തറയുമാണ്. സംശയലേശമന്യേ നമ്മുടെ ആരാധനാ ജീവിതത്തിന്റെ രഹസ്യം മഹത്താണ്. ഒരു മനുഷ്യ ശരീരത്തിൽ ക്രിസ്തുവിനെ നമുക്ക് കാട്ടിത്തന്നു. അവൻ ശരിയാണെന്ന് ആത്മാവ് തെളിയിച്ചു. ദൂതന്മാർ അവനെ കണ്ടു. അവനെ പറ്റിയുള്ള സുവിശേഷം ജനതകളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. ലോകത്തിലുള്ള മനുഷ്യർ അവനിൽ വിശ്വസിച്ചു. മഹത്വത്തിൽ അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. 1 തിമോത്തിയോസ് അധ്യായം 4. വരാനിരിക്കുന്ന കാലങ്ങളിൽ സത്യോപദേശങ്ങളെ വിശ്വസിക്കുന്നത് ചില ആൾക്കാർ നിർത്തുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവർ വഞ്ചിക്കുന്ന ആത്മാക്കളെ അനുസരിക്കുന്നു. അവർ ഭൂതഗണങ്ങളുടെ ഉപദേശം സ്വീകരിക്കുന്നു. നുണയരിലൂടെയും ആൾക്കാരെ കബളിപ്പിക്കുന്നവരിലൂടെയുമാണ് ആ ഉപദേശങ്ങൾ വരുന്നത്. അവർക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയില്ല. അവരുടെ വിവേചനാശക്തി ചുട്ടുപഴുത്ത ഇരുമ്പാൽ നശിപ്പിക്കപ്പെട്ടതുപോലെയാണ്. വിവാഹം ചെയ്യുന്നത് തെറ്റാണെന്ന് അവർ പറയുന്നു. തിന്നുവാൻ പാടില്ലാത്തതായി ചില ആഹാരവസ്തുക്കൾ ഉണ്ടെന്നും അവർ പറയുന്നു. എന്നാൽ ദൈവമാണ് അതെല്ലാം സൃഷ്ടിച്ചത്. വിശ്വാസികൾക്കും സത്യമറിയാവുന്നവർക്കും ഈ ആഹാരവസ്തുക്കൾ നന്ദിയോടെ ഉപയോഗിക്കാം. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്. ദൈവത്തിൽ നിന്ന് നന്ദിപൂർവം സ്വീകരിക്കുകയാണെങ്കിൽ ദൈവം സൃഷ്ടിച്ച എന്തിനേയും നിരസിക്കേണ്ടി വരില്ല. ദൈവം സൃഷ്ടിച്ചതെല്ലാം ദൈവത്തിന്റെ വാക്കുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും വിശുദ്ധമാക്കപ്പെടും. ഇക്കാര്യങ്ങളെല്ലാം അവിടെയുള്ള സഹോദരങ്ങളോട് പറയുക. നീ ക്രിസ്തു യേശുവിന്റെ ഒരു ഉത്തമ ദാസനാണെന്ന് ഇത് തെളിയിക്കും. നല്ല വിശ്വാസവചനങ്ങൾ കൊണ്ടും നല്ല ഉപദേശങ്ങളെ പിന്തുടർന്നതുകൊണ്ടുമാണ് നീ ശക്തനായതെന്ന് നീ കാണിക്കും. ദൈവത്തിന്റെ സത്യവുമായി ചേർന്നു പോകാത്ത നിസാര കഥകൾ ആൾക്കാർ പറയും. ആ കഥകളെ പിന്തുടരരുത്. ദൈവത്തെ യഥാർത്ഥമായി സേവിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ നീ സ്വയം അഭ്യസിക്കുക. ശരീരത്തെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത് ചില തരത്തിൽ സഹായകരമാകും. എന്നാൽ ദൈവത്തെ സേവിക്കുന്നത് നിങ്ങളെ എല്ലാവിധത്തിലും സഹായിക്കും. ഈ ജീവിതത്തിലും ഭാവിയിലും നിങ്ങൾക്കത് അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. ഞാൻ പറയുന്നത് ശരിയാണ്. നിങ്ങളത് പൂർണ്ണമായി സ്വീകരിക്കണം. ഇതൊന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതും ക്ലേശിക്കുന്നതും. ജീവിക്കുന്ന ദൈവത്തിൽ നമ്മൾ പ്രത്യാശ പുലർത്തുന്നു. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായി അവൻ രക്ഷകനാണ്. ഈ കാര്യങ്ങൾ പഠിപ്പിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുക. നീ ചെറുപ്പമെങ്കിലും നിസാരമെന്ന മട്ടിൽ നിന്നോട് പെരുമാറുവാൻ ആരെയും അനുവദിക്കരുത്. വിശ്വാസികൾക്ക് ഒരു മാതൃകയായി നീ ജീവിക്കുക. നിന്റെ വാക്കുകൊണ്ടും ജീവിത രീതി കൊണ്ടും സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും ശുദ്ധതയാർന്ന ജീവിതം കൊണ്ടും അത് പ്രകടിപ്പിക്കുക. തുടർന്നും ജനങ്ങൾക്കായി തിരുവെഴുത്തുകൾ വായിച്ച് പഠിപ്പിച്ച് അവരെ ശക്തിപ്പെടുത്തുക. ഞാൻ വരുന്നതുവരെ അത് ചെയ്യുക. നിനക്ക് കിട്ടിയ വരം പ്രയോജനപ്പെടുത്തുന്ന കാര്യം ഓർക്കുക. നിന്റെ മേൽ മൂപ്പന്മാർ കൈവച്ചപ്പോൾ ഉണ്ടായ പ്രവചനം വഴിയാണ് ആ വരം നിനക്ക് ലഭിച്ചത്. ആ കാര്യങ്ങളൊക്കെ തുടർന്ന് ചെയ്യുക. നിന്റെ ജീവിതം പൂർണ്ണമായും ഈ കാര്യങ്ങൾക്കായി വിനിയോഗിക്കുക. അപ്പോൾ നിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്നു എന്ന് ആൾക്കാർക്ക് മനസ്സിലാകും.
നിന്റെ ജീവിതത്തിലും ഉപദേശത്തിലും ശ്രദ്ധാലുവായിരിക്കുക. ശരിയായി ജീവിക്കുന്നതും പഠിപ്പിക്കുന്നതും തുടർന്ന് നിർവഹിക്കുക. അപ്പോൾ നീയും നിന്റെ ഉപദേശങ്ങൾ ശ്രവിക്കുന്നവരും രക്ഷിക്കപ്പെടും. 1 തിമോത്തിയോസ് അധ്യായം 5. വയോധികനോട് കോപഭാഷണം അരുത്, പകരം അവനോട് സ്വപിതാവിനോടെന്ന പോലെ സംസാരിക്കുക. ചെറുപ്പക്കാരോട് സഹോദരനോടെന്ന പോലെ ഇടപെടുക. മൂത്ത സ്ത്രീകളോട് അമ്മയോടെന്ന പോലെ പെരുമാറുക. ചെറുപ്പക്കാരികളെ സഹോദരികൾ എന്ന പോലെ കരുതുക. എപ്പോഴും അവരോട് നന്നായി പെരുമാറുക. സത്യമായി ഏകാകിനികളായ വിധവകളെ സംരക്ഷിക്കുക. ഒരു വിധവയ്ക്ക് മക്കളും കൊച്ചുമക്കളുമുണ്ടെങ്കിൽ അവർ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇതാണ്: തങ്ങളുടെ മാതാപിതാക്കളെ സഹായിച്ചുകൊണ്ട് അവരുടെ സ്വകുടുംബത്തോട് ആദരവ് കാണിക്കുക. ഇതിൽ കൂടെ തങ്ങളുടെ മാതാപിതാക്കളോടും അപ്പൂപ്പനോടും അമ്മൂമ്മയോടുമുള്ള കടമ നിറവേറ്റാനാകും. ഇത് ദൈവത്തെ പ്രീതിപ്പെടുത്തും. ഒരു വിധവ യഥാർത്ഥത്തിൽ ഏകാകിനിയും നിസ്സഹായയും ആയവളാണെങ്കിൽ തന്റെ സംരക്ഷണം ദൈവത്തിൽ നിന്നും പ്രതീക്ഷിക്കും. ആ സ്ത്രീ രാവും പകലും പ്രാർത്ഥിച്ച് ദൈവത്തോട് സഹായം ചോദിക്കുന്നു. എന്നാൽ സ്വയം പ്രീതിപ്പെടുത്താൻ തന്റെ തന്നെ ജീവിതം വിനിയോഗിക്കുന്ന വിധവ ജീവിക്കുന്നു എങ്കിലും യഥാർത്ഥത്തിൽ മരിച്ചു കഴിഞ്ഞവളാണ്. അന്യർക്ക് കുറ്റം പറയാൻ പറ്റാത്ത വിധത്തിൽ തങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ അവിടെയുള്ള വിശ്വാസികളോട് നിർദ്ദേശിക്കുക. ഒരുവൻ തന്റെ സ്വന്തം ആൾക്കാരെ സംരക്ഷിക്കണമെന്നതാണ് പരമപ്രധാനം. അത് ചെയ്യുന്നില്ലെങ്കിൽ അവൻ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടില്ല. അവനൊരു അവിശ്വാസിയേക്കാൾ മോശക്കാരനാണ്. 60 അതിനു മേലോ പ്രായമുള്ള സ്ത്രീകളെ വിധവകളുടെ പട്ടികയിൽപ്പെടുത്തണം. അവൾ തന്റെ ഭർത്താവിനോട് വിശ്വസ്തയായിരുന്നിരിക്കണം. നല്ല കാര്യങ്ങൾ ചെയ്ത ഒരുവൾ എന്ന നിലയിൽ അവൾ അറിയപ്പെടണം. സന്താന പരിപാലനം, അതിഥി സ്വീകരണം, ദൈവജനത്തിന്റെ പാദം കഴുകൽ, ദുഃഖിതരുടെ സംരക്ഷണം, അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങൾക്കുമായി സ്വജീവിതം ഉപയോഗിച്ചവൾ എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. എന്നാൽ ചെറുപ്പക്കാരായ വിധവകളെ ആ ഗണത്തിൽ കണക്കാക്കരുത്. അവർ തങ്ങളെ സ്വയം ക്രിസ്തുവിന് സമർപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ അവരുടെ ശക്തമായ ശാരീരികാവശ്യങ്ങളാൽ അവനിൽ നിന്നും പാടെ അകന്നുമാറും. അപ്പോൾ അവർ പുനർവിവാഹിതരാകാൻ ആഗ്രഹിക്കും. അപ്പോൾ അവർ അതിനുവേണ്ടി വിധിക്കപ്പെടും. അവർ ആദ്യം പ്രതിജ്ഞ ചെയ്ത കാര്യങ്ങളെ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് വിധിക്കപ്പെടുന്നത്. മാത്രവുമല്ല, ആ ചെറുപ്പക്കാരികളായ വിധവകൾ വീടുതോറും കയറിയിറങ്ങി സമയവും വ്യർത്ഥമാക്കും. അവർ അപവാദം പറയുവാനും അന്യരുടെ ജീവിതത്തിൽ വ്യാപൃതരാകുവാനും തുടങ്ങും. അവർ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയും. അതിനാൽ ചെറുപ്പക്കാരികളായ വിധവകൾ വിവാഹിതകളായി മക്കളുള്ളവരായി ഗൃഹസംരക്ഷണം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഇത് ചെയ്യുമെങ്കിൽ നമ്മുടെ ശത്രുവിന് അവരെ വിമർശിക്കാൻ കാരണം കിട്ടാതെയാകും. എന്നാൽ ചില യുവവിധവകൾ സാത്താനെ പിന്തുടരാൻ നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുന്നു. വിശ്വാസിയായ ഒരു വനിതയുടെ കുടുംബത്തിൽ ഒരു വിധവ ഉണ്ടെങ്കിൽ അവൾ ആ വിധവയെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവരുടെ സംരക്ഷണാർത്ഥം സഭയെ കുഴപ്പത്തിലാക്കരുത്. അങ്ങനെ വരുമ്പോൾ അനാഥകളായ വിധവകളെ സംരക്ഷിക്കുവാൻ സഭയ്ക്ക് സാധിക്കും. ശരിയായ വിധം സഭയെ നയിക്കുന്ന മൂപ്പന്മാർക്കും മഹത്തായ ആദരവ് കിട്ടണം. വിശേഷിച്ച് പ്രസംഗിച്ചും ഉപദേശിച്ചും പ്രവർത്തിക്കുന്ന മൂപ്പന്മാർക്കാണ് ഈ മഹത്തായ ആദരവുണ്ടാകേണ്ടത്. എന്തുകൊണ്ടെന്നാൽ തിരുവെഴുത്ത് പറയുന്നു: ധാന്യം വേർതിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന മെതിമൃഗത്തിന്റെ വായ് മൂടിക്കെട്ടുകയോ ധാന്യം തിന്നുന്നതിൽ നിന്ന് തടയുകയോ ചെയ്യരുത്. തിരുവെഴുത്ത് ഇങ്ങനെ കൂടി പറയുന്നു: ഒരു പണിക്കാരന് അവന്റെ കൂലി കൊടുക്കണം. ഒരു മൂപ്പനെതിരെ ആരോപണം ഉന്നയിക്കുന്നവനെ ശ്രദ്ധിക്കരുത്. ആ മൂപ്പൻ ചെയ്തത് തെറ്റാണെന്ന് 2-3 പേർ പറയുന്നു എങ്കിൽ മാത്രം നീ അവനെ ശ്രദ്ധിക്കുക. പാപം ചെയ്യുന്നവരോട് അവർക്ക് തെറ്റിപ്പോയെന്ന് പറയുക. സഭയുടെ മുഴുവനും മുമ്പാകെ വേണം ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ മറ്റെല്ലാവർക്കും അതൊരു താക്കീതാകും. ഇതൊക്കെ ചെയ്യുവാൻ ദൈവത്തിന്റെയും യേശുക്രിസ്തുവിന്റെയും തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരുടെയും മുമ്പാകെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു.
എന്നാൽ സത്യം അറിയുന്നതിന് മുമ്പ് ആരെയും വിധിക്കരുത്. ഇക്കാര്യങ്ങളെല്ലാം എല്ലാ ആൾക്കാരോടും സമമായി അനുവർത്തിക്കുക. ഒരുവനെ മൂപ്പനാക്കുന്നതിന് മുമ്പ് സൂക്ഷ്മതയോടെ ചിന്തിക്കുക. അന്യരുടെ പാപങ്ങളിൽ പങ്കുപറ്റരുത്. സ്വയം ശുദ്ധിയുള്ളവനായിരിക്കുക. തിമോത്തിയോസേ, നീ വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. അത് നിർത്തി അല്പം വീഞ്ഞു കുടിക്കുക. ഇത് നിന്റെ ഉദരത്തെ സഹായിക്കുകയും കൂടെ കൂടെ രോഗിയാകുന്നതിൽ നിന്ന് തടയുകയും ചെയ്യും. ചില ആൾക്കാരുടെ പാപങ്ങൾ കാണാൻ എളുപ്പമാണ്. അവർ വിധിക്കപ്പെടുമെന്ന് അവരുടെ പാപങ്ങൾ കാണിക്കും. എന്നാൽ ചില ആളുകളുടെ പാപങ്ങൾ വൈകി മാത്രമേ കാണുവാൻ സാധിക്കൂ. ആൾക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ സ്ഥിതിയും ഇതുപോലെ തന്നെ. ജനങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണുവാൻ എളുപ്പമാണ്. എന്നാൽ കാണുവാൻ ക്ലേശകരമായ നല്ല കാര്യങ്ങൾക്ക് പോലും മറഞ്ഞിരിക്കാൻ സാധിക്കയില്ല. 1 തിമോത്തിയോസ് അധ്യായം 6. അടിമകളായിട്ടുള്ള മനുഷ്യരെല്ലാം അവരുടെ ഉടമയോട് പൂർണ്ണ ബഹുമാനം കാണിക്കണം. അവരത് ചെയ്യുമ്പോൾ ദൈവനാമവും നമ്മുടെ ഉപദേശവും വിമർശന വിധേയമാവില്ല. ചില അടിമകൾക്ക് വിശ്വാസികളായ ഉടമകളുമുണ്ട്. അതുകൊണ്ട് ആ അടിമകളും ഉടമകളും സഹോദരരാണ്. എന്നാൽ അടിമകൾ അവരോട് ഒരു അനാദരവും കാട്ടരുത്. ഈ അടിമകൾ തങ്ങളുടെ വിശ്വാസികളായ ഉടമകളെ കൂടുതൽ മെച്ചമായി ശുശ്രൂഷിക്കണം. എന്തുകൊണ്ടെന്നാൽ ആ അടിമകൾ തങ്ങൾ സ്നേഹിക്കുന്ന വിശ്വാസികളെ സഹായിക്കുകയാണ്. ഈ കാര്യങ്ങൾ ജനങ്ങളെ നീ പറഞ്ഞു പഠിപ്പിക്കുകയും അവ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും വേണം. ചിലർ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കും. അവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സത്യ ഉപദേശത്തോട് യോജിപ്പുള്ളവരല്ല. ദൈവശുശ്രൂഷയ്ക്കുള്ള നേരായ മാർഗത്തോട് ഒത്തുപോകുന്ന ഉപദേശത്തെ അവർ സ്വീകരിക്കയില്ല. തെറ്റായി പഠിപ്പിക്കുന്നവന് ഒന്നും മനസ്സിലാകുകയില്ല. അവരിൽ നിറയെ അഹങ്കാരമായിരിക്കും. വാക്കുകളെപ്പറ്റി തർക്കിച്ച് കലഹിക്കുന്നതിന് അവർക്ക് ഇഷ്ടം തോന്നും. അതൊരു രോഗം പോലെയാണവർക്ക്. അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അസൂയയും കുറ്റപ്പെടുത്തലും കലഹമുണ്ടാക്കലും ദുഷ്ടമായ സംശയവും സൃഷ്ടിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ദുഷ്ടമനസ്കരിൽ നിന്ന് അത് തർക്കങ്ങളെ ജനിപ്പിക്കുകയും ചെയ്യും. അവർക്ക് സത്യം നഷ്ടപ്പെട്ടു. ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് പണക്കാരനാകാനുള്ള ഒരു മാർഗം എന്നാണവർ വിചാരിക്കുന്നത്. ഒരുവൻ ഉള്ളതുകൊണ്ട് സംതൃപ്തനാകുമെങ്കിൽ ദൈവ ശുശ്രൂഷ ഒരുവനെ ധനവാനാക്കും എന്ന് പറയുന്നത് സത്യമാണ്. നാം ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല. മരിക്കുമ്പോൾ നമുക്ക് ഒന്നും കൊണ്ടുപോകാനും സാധിക്കയില്ല. അതിനാൽ നമുക്ക് ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ നാം അതുകൊണ്ട് സംതൃപ്തരാകണം. പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നവൻ പ്രലോഭനങ്ങൾക്ക് വിധേയനാവുന്നു. അവർ ഒരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവനെ വ്രണപ്പെടുത്തുന്ന വ്യർത്ഥ കാര്യങ്ങൾ അവൻ ആഗ്രഹിക്കുവാൻ തുടങ്ങുകയാണ്. ആ കാര്യങ്ങൾ മനുഷ്യരെ ക്ഷയിപ്പിച്ച് നശിപ്പിക്കും. ധനസ്നേഹമാണ് എല്ലാത്തരം ദുഷ്ടതയ്ക്കും കാരണമാകുന്നത്. ചിലർ കൂടുതൽ കൂടുതൽ ധനം ആഗ്രഹിക്കുന്നതുകൊണ്ട് സത്യവിശ്വാസം ത്യജിച്ചു. എന്നാൽ അവർ കൂടുതൽ കൂടുതൽ ദുഃഖിതരാകാൻ സ്വയം കാരണക്കാരായി. എന്നാൽ നീ ദൈവത്തിന്റെ മനുഷ്യനാകുന്നു. അതിനാൽ ഇക്കാര്യങ്ങളിൽ നിന്നെല്ലാം നീ ഒഴിഞ്ഞു നിൽക്കണം. നേരായ വഴിയിൽ ജീവിക്കുവാനും ദൈവസേവനം ചെയ്യുവാനും വിശ്വാസവും സ്നേഹവും ക്ഷമയും സൗമ്യതയും ഉണ്ടായിരിക്കുവാനും ശ്രമിക്കുക. ഓട്ടമത്സരത്തിൽ ഓടുന്നത് പോലെയാണ് നിങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നത്. ആ ഓട്ടത്തിൽ വിജയം നേടുന്നതിനായി ഏറ്റവും കഠിനമായി ശ്രമിക്കുക. എന്നേക്കും തുടരുന്ന ആ ജീവിതം നിനക്ക് കിട്ടിയെന്ന് തീർച്ചപ്പെടുത്തുക. ആ ജീവിതം കിട്ടുവാൻ നീ വിളിക്കപ്പെട്ടു. ക്രിസ്തുവിനെ പറ്റിയുള്ള ആ മഹാസത്യം നീ പലരും ശ്രദ്ധിക്കുമാറ് ഏറ്റുപറഞ്ഞു. ദൈവത്തിന്റെയും ക്രിസ്തു യേശുവിന്റെയും മുമ്പാകെ ഞാൻ നിനക്കൊരു കൽപ്പന തരുന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പാകെ അതേ മഹാസത്യം ഏറ്റുപറഞ്ഞവനാണ് യേശുക്രിസ്തു. എല്ലാറ്റിനും ജീവൻ പകരുന്നവനാണ് ദൈവം. ഇപ്പോൾ ഞാൻ നിന്നോട് പറയുന്നു, നിന്നോട് ആജ്ഞാപിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. ആ കാര്യങ്ങളൊക്കെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്നതുവരെ
തെറ്റോ കുറ്റപ്പെടുത്തലോ കൂടാതെ ചെയ്യുക. ദൈവം യഥാസമയം അത് നടപ്പാക്കും. ദൈവമാണ് അനുഗ്രഹീതനായ ഏക ഭരണകർത്താവ്. എല്ലാ രാജാക്കന്മാരുടെ രാജാവും കർത്താക്കന്മാരുടെ കർത്താവുമാണ് ദൈവം. ഒരിക്കലും മരിക്കാത്തവൻ ദൈവം മാത്രമാണ്. മനുഷ്യർക്ക് അടുത്തു പോകാൻ പറ്റാത്ത വിധം അത്ര ശോഭയേറിയ പ്രകാശത്തിലാണ് ദൈവം സ്ഥിതി ചെയ്യുന്നത്. ഒരുവനും ദൈവത്തെ ഒരിക്കലും കണ്ടിട്ടില്ല. ഒരുവനും ദൈവത്തെ കാണാൻ കഴിയുകയുമില്ല. ദൈവത്തിന് എന്നേക്കും ബഹുമാനവും ശക്തിയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ ലോകത്തിലുള്ള വസ്തുക്കൾ കൊണ്ട് സമ്പന്നരായവർക്ക് ആ കൽപ്പന കൊടുക്കുക. അഹങ്കരിക്കരുതെന്ന് അവരോട് പറയുക. സമ്പത്തിലല്ല, ദൈവത്തിൽ പ്രത്യാശിക്കുവാൻ ആ ധനികരോട് പറയുക. ധനത്തെ ആശ്രയിക്കാൻ പറ്റില്ല, എന്നാൽ ദൈവം നമ്മെ അത്യധികം ശ്രദ്ധിക്കുന്നു. ആസ്വദിക്കുവാൻ ധാരാളമായി എല്ലാം അവൻ നമുക്ക് തരുന്നു. നല്ലത് ചെയ്യുവാൻ ധനവാന്മാരോട് പറയുക. സൽക്കാര്യങ്ങൾ ചെയ്യുന്നതിൽ ധനവാന്മാരാകുവാൻ അവരോട് പറയുക. ദാനശീലരായി അവർക്കുള്ളത് പങ്കുവയ്ക്കുന്നതിൽ സന്നദ്ധത ഉള്ളവരാകാൻ അവരോട് പറയുക. ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടെ അവർ സ്വർഗത്തിൽ തങ്ങൾക്കായി സ്വയം ഒരു നിധി ഒരുക്കുകയാകും ചെയ്യുക. അതൊരു ശക്തിമത്തായ അടിത്തറയാകും. അവരുടെ ഭാവി ജീവിതം ആ നിധിമേൽ കെട്ടിപ്പൊക്കാം. അപ്പോൾ അവർക്ക് സത്യജീവൻ ഉള്ളവരാകാൻ കെൽപ്പുള്ളവരാകാം. തിമോഥെയോസേ, ദൈവം നിന്നെ പല കാര്യങ്ങളിലും വിശ്വസിച്ചിരിക്കുന്നു. ആ കാര്യങ്ങളുടെ സുരക്ഷിതത്വത്തിൽ ശ്രദ്ധിക്കുക. ദൈവത്തിൽ നിന്നുള്ളത് അല്ലാത്ത മൗഢ്യങ്ങൾ പറയുന്നവരിൽ നിന്നും അകന്നു നിൽക്കുക. സത്യത്തിനെതിരെ വാദിക്കുന്നവരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. അവർ അറിവെന്ന് വിളിക്കുന്ന ചിലത് ഉപയോഗിക്കും, എന്നാൽ യഥാർത്ഥത്തിൽ അത് അറിവല്ല. ചിലർ അവകാശപ്പെടും അവർക്ക് ആ അറിവുണ്ടെന്ന്. അക്കൂട്ടർ സത്യപാഠത്തെ ത്യജിച്ചു. ദൈവത്തിന്റെ കൃപ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ.